ജപ്പാനിലേക്ക് പോയത് ചരിത്രമുറങ്ങുന്ന സുസൂക്ക സർക്യൂട്ടിലെ ട്രെയിനിങ്ങിന് വേണ്ടിയാണ്. അത് വേറെ ഒരു റീൽ ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. ആദ്യം ജപ്പാനിലെ ഒരു ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞിട്ട് 2 നല്ല കാര്യങ്ങൾ പറയാം. 5000 രൂപ ദിവസവാടകയ്ക്ക് എടുത്ത ഡബിൾ റൂമിൽ 2 പേർക്ക് നിവർന്ന് കിടക്കാൻ പറ്റില്ല. ഈ ഹോട്ടലിൽ മാത്രമല്ല, ജപ്പാനിൽ മുഴുവൻ ഇങ്ങനെയാണ്. അതൊക്കെ നമ്മുടെ നാട്. 2 പേർക്ക് താമസിക്കാൻ 2000 സ്ക്വയർ ഫീറ്റ് വീടെങ്കിലും പണിതില്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടും. പക്ഷെ ആ ചെറിയ മുറിയിൽ ഒരു ചെറിയ ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് സീറ്റിന് ആവശ്യത്തിന് ചൂട് സെറ്റ് ചെയ്യാം. ഇരിക്കുമ്പോൾ ഒട്ടും തണുക്കില്ല. ഒരു സ്വിച്ച് ഞെക്കിയാൽ ഒരു പൈപ്പ് നീണ്ടുവന്ന് വെള്ളം ചീറ്റും. നാട്ടിലെ പഴയ ഇന്ത്യൻ കക്കൂസിൽ നിന്ന് തുടങ്ങിയ യാത്ര ഈ ഹൈടെക് കക്കൂസ് വരെ എത്തിയല്ലോ എന്നോർത്ത് പുളകിതനായി കുറച്ച് കൂടുതൽ നേരം വെള്ളം ചീറ്റിച്ച് അതിലിരുന്നു. ബുള്ളറ്റ് ട്രെയിനിൽ കയറി ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിലേക്ക് പോയി. നല്ല തണുപ്പുള്ള ആ രാത്രിയിൽ ഷിൻജുക്കു ഗോൾഡൻ ഗായ് തെരുവിലെ ചെറിയ 200 പീടികമുറി ബാറുകളിലൊന്നിലിരുന്ന് ജപ്പാനീസ് സാക്കെ കുടിച്ചതാണ് മറ്റൊരു നല്ല കാര്യം. പോന്നപ്പോൾ 2 കുപ്പി സാക്കെ കൂടി കൂടെ കൊണ്ടുവന്നു, ഒരു ഓർമ്മയ്ക്ക്.